വെൽക്കം തഹ്മനാണ്. ഈ വീഡിയോ ക്യാൻസർ പത്തോളജി വീഡിയോ സീരീസിൽ നമ്മൾ മോളിക്കുലാർ മെക്കാനിസംസ് ഓർ മോളിക്കുലാർ ബേസിസ് ഓഫ് ക്യാൻസർ ആണ്. മോളിക്കുലാർ ബേസിസ് ഓഫ് ക്യാൻസർ ഇതൊരു വലിയ ടോപ്പിക്കാണ്. നമ്മളിവിടെ ഒരു 10 മാർക്കിന്റെ എസ്സേ എന്ന ഒരു രൂപത്തിലാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. സോ മോളിക്കുലാർ മെക്കാനിസംസ് പറയുമ്പോൾ ക്യാൻസറിന്റെ ഹോൾമാർക്ക് ഫീച്ചേഴ്സിൽ ഈ മോളിക്കുലാർ മെക്കാനിസംസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയണം. പ്രധാനപ്പെട്ടവയിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യും, ബാക്കിയുള്ളവ നമ്മൾ പറഞ്ഞു പോവുകയായിരിക്കും ചെയ്യുക. ഒരു നോർമൽ സെൽ വരച്ചാൽ ഈ നോർമൽ സെൽ ഒരു ക്യാൻസർ സെൽ ആയി മാറണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മിനിമം ആവശ്യകത എന്ന് പറയുന്നത് ഒരു നോൺ ലീതൽ മ്യൂട്ടേഷൻ ഉണ്ടാവണം എന്നുള്ളതാണ്. നോൺ ലീതൽ മ്യൂട്ടേഷൻ ഉണ്ടാവണം, ഇതാണ് മിനിമം ആവശ്യകത. സോ നോൺ ലീതൽ മ്യൂട്ടേഷൻസ് ലൈസ് അറ്റ് ദ ഹാർട്ട് ഓർ കോർ ഓഫ് കാർസിനോജെനിസിസ്. ഇവിടെ ഈ സെല്ല് മരിക്കുന്നില്ല, മ്യൂട്ടേഷൻ വന്ന് മരിച്ചിട്ടില്ല, നേരെ മറിച്ച് സെല്ലിന് ഒരു സർവൈവൽ അഡ്വാൻറ്റേജ് കിട്ടുന്നു. സർവൈവൽ ഓർ ഗ്രോത്ത് അഡ്വാൻറ്റേജ് ആണ് സെല്ലിന് കിട്ടുക. സോ ഇതുമൂലം സെൽസ് വിൽ ബിക്കം എക്സസീവ്ലി ഓർ അൺകൺട്രോൾഡ് പ്രോലിഫറേഷൻ സെല്ലിന് അവസരം ലഭിക്കുന്നു. ആൻഡ് ഈ നോൺ ലീതൽ മ്യൂട്ടേഷൻ ക്യാൻ ബി സ്പോണ്ടേനിയസ്. അത് സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടായതാകാം. എൻവയോൺമെന്റൽ ട്രിഗേഴ്സ് ഓർ എൻഡോജീനിയസ് പ്രോഡക്ട്സ്. എൻഡോജീനിയസ് പ്രോഡക്ട്സ് നമ്മൾ വിളിക്കുക ഓൺകോമെറ്റബോളൈറ്റ്സ് എന്നാണ്. ഓൺകോമെറ്റബോളൈറ്റ്സ്. സോ അങ്ങനെയൊക്കെയുള്ള ക്യാൻസർ സബ്സ്റ്റൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി റാൻഡം ആയിട്ടും ഉണ്ടാകാം. റാൻഡം ഓർ സ്പോണ്ടേനിയസ്. ഇങ്ങനെ ഉണ്ടായിരുന്ന ഈ മ്യൂട്ടേഷൻ ഇറ്റ് ഹാസ് ടു ബി ഇൻഹെറിറ്റഡ് ഇൻ ദ ജേം ലൈൻ. in the germ line of the germ line സെൽസിൽ ഇൻഹെറിറ്റഡ് ചെയ്ത് അടുത്ത പ്രോജനീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ ദിസ് നോൺ ലീതൽ മ്യൂട്ടേഷൻസ് ഇങ്ങനെ ഉണ്ടായത് പാസ് ടു ദ നെക്സ്റ്റ് പ്രോജനി. ആൻഡ് ഈ മ്യൂട്ടേഷൻ സാധാരണ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ജീൻസിലാണ്. ഓർ ക്യാൻ ബി ജീൻസിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇറ്റ് ക്യാൻ ബി എപ്പിജെനറ്റിക് ഓൾസോ. എപ്പിജെനറ്റിക് ജീൻസിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, പക്ഷെ എപ്പിജെനറ്റിക്കൽ മെക്കാനിസം വഴി ഉണ്ടാകാം. സോ ഇങ്ങനെ അപ്പോൾ ജനറ്റിക് ഓർ എപ്പിജെനറ്റിക് പ്രശ്നങ്ങളാൽ ഒരു നോൺ ലീതൽ മ്യൂട്ടേഷൻസ് ഉണ്ടായ അടുത്ത പ്രോജനിയിലേക്ക് പാസ് ചെയ്ത് അവയുടെ മാത്രം ക്ലോണൽ എക്സ്പാൻഷൻ ഉണ്ടാവുന്നതാണ് ട്യൂമർ സെൽസ്. അങ്ങനെയാണ് ട്യൂമർ സെൽസ് ആവുക. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഒരേ ഒരു മ്യൂട്ടേഷൻ ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം അതൊരു കാർസിനോജെനിസിസിലേക്ക് എത്തണമെന്നില്ല. പിന്നീട് അതിൽ മൾട്ടിപ്പിൾ മ്യൂട്ടേഷൻസ് കൂടി ഉണ്ടാവും. സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഒന്ന് കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നോൺ ലീതൽ മ്യൂട്ടേഷൻസ് ആൻഡ് ദിസ് മ്യൂട്ടേഷൻ ക്യാൻ ബി ജനറ്റിക് or epigenetic mutations. So non-lethal genetic or epigenetic mutations occurred in a cell, ഒരു സെല്ലിനകത്ത് ഉണ്ടായാൽ, and if passed into its progenies, അതിനെ പ്രോജനീസിലേക്ക് പോയാൽ, and if clonal expansion of these progenies, ഈ പ്രോജനീസിന്റെ ക്ലോണൽ എക്സ്പാൻഷൻ ഉണ്ടായാൽ, എന്ത് മ്യൂട്ടേറ്റഡ് സെൽസിന്റെ ക്ലോണൽ എക്സ്പാൻഷൻ ഉണ്ടായാൽ, and that is the heart of carcinogenesis. So ഇതാണ് കാർസിനോജെനിസിസ് ഉണ്ടാക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ മ്യൂട്ടേഷൻസ് ഉണ്ടാവുക, എപ്പിജെനറ്റിക് ചേഞ്ചസ് ഉണ്ടാവുക എന്നൊന്ന് പറഞ്ഞേക്കാം. Mutations can be of one, it can be of point mutations ആയിരിക്കാം. പോയിന്റ് മ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ DNA-യുടെ ബേസ് പെയർ ഇങ്ങനെ DNA വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ എയും ടിയും ആയിരുന്നു എന്ന് വിചാരിക്കുക. അത് എയും ടിയും എന്നുള്ളത് മാറി GC ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ GC അല്ലെങ്കിൽ CG ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം മാറി. അതാണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ജീൻ ആംപ്ലിഫിക്കേഷൻ ആണ്. ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ. ഇപ്പൊ ഇതൊരു ക്രോമസോം ആണെങ്കിൽ ക്രോമസോമിൻ്റെതായ ഇവിടെ ഈ ഭാഗത്ത് ഒരു ജീൻ ഉണ്ട്, അത് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നു. ആംപ്ലിഫിക്കേഷൻ ഫോർ എക്സാമ്പിൾ ഈസ് എൻമിക് ജീൻ. എൻമിക് ജീൻ എന്ന് പറയുന്നത് ന്യൂറോബ്ലാസ്റ്റോമ എന്ന് പറയുന്ന ക്യാൻസറിൽ ആംപ്ലിഫൈഡ് ആണ്. മൂന്നാമത്തത് ഇറ്റ് ക്യാൻ ബി ഓഫ് ട്രാൻസ്ലൊക്കേഷൻ ആണ്. ട്രാൻസ്ലൊക്കേഷൻ ഓർ റീഅറേഞ്ച്മെന്റ് ഓഫ് ജീൻ. ഉദാഹരണം ഏറ്റവും ഫേമസ് BCR ABL അല്ലെ, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, ഇൻ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ CML. നാലാമത്തത് ഇറ്റ് ക്യാൻ ബി ജീൻ ഡിലീഷൻസ് ആയിരിക്കാം. ജീൻ ഡിലീഷൻസ് ഫേമസ് എക്സാമ്പിൾ റെറ്റിനോബ്ലാസ്റ്റോമ, ജീൻ ഈസ് ഡിലീറ്റഡ്. റെറ്റിനോബ്ലാസ്റ്റോമ അങ്ങനത്തെ ഉള്ള ക്യാൻസർ ഒക്കെ ഉണ്ടാകാം. ആൻഡ് അഞ്ചാമത്തത് ഓൾട്ടേർഡ് എക്സ്പ്രഷൻസ് ആണ്. എക്സ്പ്രഷൻ ഓഫ് ജീൻ ഈസ് ഓൾട്ടേർഡ്. നേരത്തെ ചെയ്യേണ്ട രീതിയിലല്ല ഇപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നത്, മറ്റൊരു രീതിയിലാണ്. ഇനി നമ്മുടെ ജീനിൽ അല്ലാതെ DNA ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കാം. ഈ ക്രൊമാറ്റിൻ ചുരുട്ടി വെക്കുന്നതിൽ ഉണ്ടാകുന്ന പാകപ്പിഴകൾ, സോ അതാണ് നമ്മൾ എപ്പിജെനറ്റിക്സിൽ പറയാം, എപ്പിജെനറ്റിക്സ് ചേഞ്ചസ് എന്ന് പറയും. സോ ജീനോമിലോ ജീൻ സ്ട്രക്ചറിലോ ഒരു മാറ്റവും ഇല്ല. DNA സീക്വൻസ് എല്ലാം പക്കയാണ്. പക്ഷെ പ്രശ്നം DNA ചുരുട്ടി വയ്ക്കുന്ന ഹിസ്റ്റോൺ മോഡിഫിക്കേഷനിലാണ്. അപ്പൊ ഹിസ്റ്റോൺ ഇങ്ങനെ പോളിമർ ഇങ്ങനെ ഇരുന്നു, ഓക്കെ, ആൻഡ് ഇവിടെ DNA ഇങ്ങനെ വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുക. ആൻഡ് ഇതിൽ ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് അബ്നോർമൽ വളർച്ചയ്ക്ക് കാരണമാകാം. ഉദാഹരണം നമ്മൾ പറയുന്നത് MLL1 ചേഞ്ച് എന്ന് പറയുന്ന ചേഞ്ച്. ഈ വ്യത്യാസം മൂലം അക്യൂട്ട് ലുക്കീമിയ ഇൻ കുട്ടികൾ, ചിൽഡ്രനിൽ അക്യൂട്ട് ലുക്കീമിയ ഇങ്ങനെ ഉണ്ടായേക്കാം. ആൻഡ് മറ്റൊരു ഉദാഹരണം ആണ് SNF5. SNF5 ഉണ്ടാകുന്ന മാറ്റം ഇതൊരു ക്രോമാറ്റിൻ റീമോഡൽ
റീമോഡലിംഗ് കോംപ്ലക്സ് ആണ്. അതിൽ ഹിസ്റ്റോൺ ചുരുട്ടി വെക്കുന്ന അതുണ്ടാകുന്ന ഇത് സംഭവം ന്യൂക്ലിയോസോം എന്ന് പറയുന്ന ഈ ഭാഗം അതിന്റെ പൊസിഷനിൽ ഒരു റീമോഡലിംഗ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ട്യൂമറാണ് മലിഗ്നന്റ് റാബ്ഡോയിഡ് ട്യൂമറോജെനിസിസ് ഉണ്ടാകാമെന്ന്. ഇനി DNA തന്നെ ഇപ്പൊ ഇങ്ങനെ DNA തന്നെ എക്സ്പ്രസ് ചെയ്യേണ്ടാത്ത ഭാഗത്ത് മെത്തിലേഷൻ നടത്തുന്നുണ്ടല്ലോ. സോ ഇങ്ങനെയുള്ള മെത്തിലേഷനിൽ വരുന്ന മാറ്റവും ഉണ്ട്. സോ ഇതെല്ലാം ക്യാൻസർ ഉണ്ടാക്കാവുന്ന കാര്യം. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് നോൺ ലീതൽ മ്യൂട്ടേഷൻസ് ഉണ്ടാകുന്നു എന്നതാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് DNA ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസ് ആകാം, അല്ലെങ്കിൽ പറഞ്ഞത് എപ്പിജനറ്റിക് ചേഞ്ചസ് മൂലവും കാർസിനോജെനിസിസ് ഉണ്ടാകാം. സപ്പോസ് ഇതൊരു സെല്ലാന്ന് വിചാരിക്കുക, നോർമൽ സെല്ലാണ്. ആൻഡ് ഈ നോർമൽ സെല്ലിൽ സം കാർസിനോജൻസ് ആക്ട് ചെയ്യുന്നു ആൻഡ് ഇൻഡ്യൂസ് സം മ്യൂട്ടേഷൻസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ്, അപ്പൊ അതുണ്ടാവുന്നതാണ് ഒരു ഇനീഷ്യേറ്റഡ് ഓർ ഇനീഷ്യേറ്റർ പ്രീ ക്യാൻസർ സെല്ലായിട്ട് മാറുന്നു. ആൻഡ് ദിസ് മ്യൂട്ടേഷൻസ് വിച്ച് കോസസ് ദിസ് ടു ബിക്കം എൻ ഇനീഷ്യേറ്റർ മ്യൂട്ടേഷൻ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡ്രൈവർ മ്യൂട്ടേഷൻസ്. ആ മ്യൂട്ടേഷൻസിനെ നമ്മൾ ഡ്രൈവർ മ്യൂട്ടേഷൻസ് എന്നാണ് നമ്മൾ. പക്ഷെ ഒറ്റ ഒരു ഡ്രൈവർ മ്യൂട്ടേഷൻസ് മാത്രം പോരാ എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇതിൽ ധാരാളം ഇനിയും ഡ്രൈവർ മ്യൂട്ടേഷൻസ് നടക്കണം. അങ്ങനെ ഡ്രൈവർ മ്യൂട്ടേഷൻസ് ധാരാളം ഉണ്ടായാൽ ആൻഡ് ദിസ് സെൽ വിൽ ബിക്കം നൗ എ ഫൗണ്ടിങ് ക്യാൻസർ സെൽ ആയിട്ടാണ് മാറുന്നത്. നൗ എ ഫൗണ്ടിങ് ക്യാൻസർ സെൽ. സോ ഇങ്ങനെയുള്ള എല്ലാ അഡീഷണൽ ഡ്രൈവർ മ്യൂട്ടേഷൻസും ഉള്ളതായിരിക്കും ഇതിനകത്ത്. സോ ഓൾ ദീസ് അഡീഷണൽ ഡ്രൈവിംഗ് മ്യൂട്ടേഷൻസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. ആൻഡ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സെല്ലുകൾ എല്ലാം തന്നെ ഈ ഉള്ള മ്യൂട്ടേഷൻസ് എല്ലാത്തിന്റെയും ഉള്ള സംഭവങ്ങളായിരിക്കും പുറത്തേക്ക് വരും. ആൻഡ് ദിസ് ഓൾ എക്സ്പ്രസ് ദ ഹോൾ ക്യാൻസർ ഹോൾമാർക്ക്. ക്യാൻസറിന്റെ എല്ലാ ഹോൾമാർക്കും എക്സ്പ്രസ് ചെയ്യുന്ന സെല്ലുകളായിരിക്കും ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, ഈ ഫൗണ്ടിങ് ക്യാൻസർ സെല്ലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രോജനീസ്. ആൻഡ് ഇതിൽ നിന്ന് പിന്നെ ഉണ്ടാവുന്നത് സപ്ലോൺസ് ധാരാളം ഇങ്ങനെ ഉണ്ടായി എന്ന് വിചാരിക്കുക. ധാരാളം സപ്ലോൺസ് സെൽസ് പിന്നെയും മ്യൂട്ടേഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇതിൽ പിന്നെ ഏത് സെല്ലായിരിക്കും വിജയിക്കുക അല്ലെ? നമ്മൾ സാധാരണ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാണല്ലോ പറയാ. ഏത് സെൽ ലൈൻ ആണ്, അല്ലെങ്കിൽ വിച്ച് ഡോമിനേറ്റ്സ് ഓൾ അതർ സെൽ ടൈപ്സ്. ഈ സെൽ ടൈപ്പിനെല്ലാം ഡോമിനേറ്റ് ചെയ്യുന്ന ഏതാണോ അതിന്റെ ക്ലോൺ ആയിരിക്കും പിന്നെ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക. സോ ഇപ്പൊ ഇതാണ് ബാക്കി എല്ലാത്തിനെയും തോപ്പിച്ച് വിജയിച്ചതെന്ന് വിചാരിക്കുക. ബാക്കി എല്ലാം നശിച്ചു പോയെങ്കിൽ ആൻഡ് ദിസ് ക്ലോൺ ഓഫ് ക്യാൻസർ സെൽ ആയിരിക്കും പിന്നെ അങ്ങോട്ട് പോകും. സോ ഡാർവിനിയൻ സെലക്ഷൻ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ ഫോളോ. വീണ്ടും ഇതിൽ ധാരാളം മ്യൂട്ടേഷൻസ് വരാം. ഇങ്ങനെയുള്ള മ്യൂട്ടേഷൻസിനെ നമ്മൾ പാസഞ്ചർ മ്യൂട്ടേഷൻസ്. സോ ആൻഡ് ദിസ് പാസഞ്ചർ മ്യൂട്ടേഷൻ ഡസ് നോട്ട് അഫക്ട് ദ ഫീനോടൈപ്പ് ഓഫ് ദിസ് ക്യാൻസർ. ക്യാൻസറിന്റെ ഫീനോടൈപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നില്ല പാസഞ്ചർ മ്യൂട്ടേഷൻസ്. ഓൺലി ഡ്രൈവർ മ്യൂട്ടേഷൻസ് മാത്രമാണ് ക്യാൻസർ ഫീനോടൈപ്പ് ഡിറ്റർമിൻ ചെയ്യുക. ഓക്കെ, സപ്പോസ് ഇനിയിപ്പോ നമ്മൾ ക്യാൻസർ ട്രീറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ക്യാൻസർ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗത്ത് സെൽ ചത്തു, ഇത് മാത്രം രക്ഷപ്പെട്ടെങ്കിൽ പിന്നെ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത് ഈ രക്ഷപ്പെട്ടതിന്റെ ആയിരിക്കും എക്സ്പാൻഡ് ചെയ്ത് പോകും. ക്ലോണൽ പ്രോജനി ഉണ്ടാവുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഏകദേശം ക്യാൻസറിന്റെ സംഭവങ്ങൾ എങ്ങനെയാണ് വളരുന്നതെന്ന് മനസ്സിലായി. അപ്പൊ നമുക്കിനി പറയേണ്ടത് സെല്ലുകളിൽ എവിടെയാണ്, ഏതെല്ലാം ജീൻസിൽ ഡ്രൈവർ മ്യൂട്ടേഷൻസ് ഉണ്ടായാൽ അത് ക്യാൻസറിലേക്ക് നയിക്കാം, ക്യാൻസർ ബാധിക്കുന്നതിലേക്ക് നയിക്കുന്നത് എന്നാണ് നമുക്ക് പറയേണ്ടത്. സോ എവിടെയെല്ലാം മാറ്റങ്ങൾ ഉണ്ടായാൽ ക്യാൻസറായി പരിണമിക്കും എന്ന് പറയുമ്പോൾ വാട്ട് വി ഹാവ് ടോക്ക് അബൌട്ട് ടാർഗറ്റ്സ് ഓഫ് മ്യൂട്ടേഷന്റെ ടാർഗറ്റുകളാണ് നമുക്ക് പറയാൻ. സോ നമ്മുടെ സെൽസ് സാധാരണ ഡിവൈഡ് ചെയ്യുന്നതും പ്രൊലിഫറേറ്റ് ചെയ്യുന്നതും എല്ലാം സ്ട്രിക്ട്ലി മോണിറ്റേർഡ് ആണ് അല്ലെ? സ്ട്രിക്ട്ലി മോണിറ്റേർഡ് ആൻഡ് കൺട്രോൾഡ് മെക്കാനിസത്തിലാണ്. സോ ഇപ്പൊ ഈ കൺട്രോളിംഗ് റെഗുലേഷൻസ് ഓർ മെക്കാനിസത്തിൽ വരുന്ന മ്യൂട്ടേഷൻസോ സെല്ലിന്റെ ഡിവിഷനെ കൺട്രോൾ ചെയ്യുന്ന, ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ആ മെക്കാനിസത്തിലുള്ള മ്യൂട്ടേഷൻസ് അവിടെ വരുമ്പോഴാണ് സെല്ല് നോർമൽ സെല്ലിൽ നിന്ന് ക്യാൻസർ സെൽസ് ആയിട്ട് മാറുകയും സെൽസിന്റെ കൺട്രോളുകൾ വിട്ടും പോവുകയും ചെയ്യും. സോ അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും 4 തരം പ്രിൻസിപ്പൽ ടാർഗറ്റ്സ് ഉണ്ട് എന്ന് പറയേണ്ടി വരും. സോ 4 പ്രിൻസിപ്പൽ ടാർഗറ്റ്സ് ആണ് ക്യാൻസർ കോസിംഗ് മ്യൂട്ടേഷൻസ് ഉണ്ടാക്കാനായിട്ടുള്ള ടാർഗറ്റ്സ്. 1 ഈസ് ഗ്രോത്ത്, വളർച്ച, പ്രൊമോട്ടിംഗ്, വളർച്ച ഉണ്ടാക്കുന്ന പ്രൊമോട്ടിംഗ് പ്രോട്ടോ ഓൺകോജീൻസ് വെച്ചാൽ വളർച്ച ഉണ്ടാക്കുന്ന ജീനുകളാണ്. സോ വളർച്ച ഉണ്ടാക്കുന്ന ജീൻസിൽ മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഈസ് ഈ പ്രോട്ടോ ഓൺകോജീൻ അങ്ങ് പോയി വെറും ഓൺകോജീൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ജീനുകളായി മാറുന്നു എന്നുള്ളത്. രണ്ടാമത്തത് വളർച്ച തന്നെയാണ്. ഗ്രോത്ത് പ്രൊമോട്ടിംഗ് അല്ല, ഇൻഹിബിറ്റിംഗ്, ഗ്രോത്ത് തടയുന്ന ട്യൂമർ സപ്രസർ ജീനിൽ മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവയെ നമ്മൾ വിളിക്കുക ആന്റി ഓൺകോജീൻസിൽ വ്യത്യാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാലും ദിസ് ക്യാൻ ഗോ ഫോർ അൺകൺട്രോൾ. മൂന്നാമത്തത് DNA-യുടെ റിപ്പയർ മെക്കാനിസത്തിൽ, DNA നമ്മൾ നന്നാക്കാണ്, കേട് വന്നു കഴിഞ്ഞാൽ നന്നാക്കുന്ന മെക്കാനിസത്തിൽ വരുന്ന മ്യൂട്ടേഷൻ
mutation. So mutations in the DNA repair gene can cause uncontrolled proliferation. And നാലാമത്തതും ഫൈനൽ apoptosis or programmed cell death. ഇത് റെഗുലേറ്റ് ചെയ്യുന്ന ജീൻസുകളിൽ ഉണ്ടാകുന്ന മാറ്റം. സോ അപ്പോപ്റ്റോട്ടിക് റെഗുലേറ്റിംഗ് ജീൻസുകളിൽ മാറ്റം മ്യൂട്ടേഷൻ വന്നാലും ദി സെൽ ക്യാൻ ഇവേഡ് സെൽ ഡെത്ത് ഓർ ക്യാൻ ഗോ അൺകൺട്രോൾഡ് proliferation. ഇത് നാലുമാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ്സ്. ആൻഡ് ഡോണ്ട് തിങ്ക് ദാറ്റ് ഇതൊക്കെ സെപ്പറേറ്റ് എൻറ്റൈറ്റി ആണ് എന്ന് വിചാരിക്കരുത്. ദീസ് ആർ ഹൈലി ഇന്റർ കണക്റ്റഡ് ആണ് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. ഹൈലി കോംപ്ലക്സ് ആണ് സംഭവം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ 4 ടാർഗറ്റുകളിൽ ഈ 4 ടാർഗറ്റുകളിൽ വരുന്ന മാറ്റം മ്യൂട്ടേഷൻസ് മൂലം ഉണ്ടാകുന്ന ക്യാൻസർ സെൽസ്. സോ ദീസ് പ്രൊഡ്യൂസ് hallmark signs or symbols or whatever may be hallmark features of cancer ഉണ്ടാകും. സോ ഞാനിവിടെ 10 ഹോൾമാർക്ക് ഫീച്ചേഴ്സ് ആയിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ 6 to 8 ഓർ അങ്ങനെയൊക്കെ കണ്ടേക്കാം. ജസ്റ്റ് ഫോർ കൺവീനിയൻസ് ആൻഡ് എളുപ്പം അണ്ടർസ്റ്റാൻഡിങ്ങിനും കൺവീനിയൻസിനും വേണ്ടിയിട്ടാണ് ഞാൻ 10 പറയാം. ഓക്കെ, അപ്പൊ എന്തെല്ലാമാണ് ഹോൾമാർക്സ് ഫീച്ചേഴ്സ് ഓഫ് ക്യാൻസർ എന്ന് ചോദിച്ചാൽ 1 is self-sufficiency, സ്വന്തം കാലിൽ നിൽക്കും. ഇൻ വാട്ട്? സെൽഫ്-സഫിഷ്യൻസി ഇൻ ഗ്രോത്ത് സിഗ്നൽ. പുറത്തുനിന്ന് ഗ്രോത്ത് സിഗ്നൽസ് ഒന്നും വേണ്ടാത്ത അവസ്ഥയിൽ സ്വന്തം ഗ്രോത്ത് സിഗ്നൽസ് തന്നെ മതി. ഓർ ഗ്രോത്ത് ഫാക്ടേഴ്സിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തമായി എക്സ്റ്റേണൽ സിഗ്നൽസ് ഇല്ലാതെ തന്നെ സെൽസ് വളരും. പ്രോട്ടോ ഓൺകോജീൻസ് വിൽ ബിക്കം വെറും ഓൺകോജീൻസ് ആയിട്ട് മാറുന്നു. ആൻഡ് ദിസ് ലീഡ്സ് ടു എക്സസീവ് ആൻഡ് ഓട്ടോണമസ് ഗ്രോത്ത് സിഗ്നൽ സ്വന്തമായി തന്നെ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് വരും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ, സെൽഫ് സഫിഷ്യൻസി ഇൻ ഗ്രോത്ത് സിഗ്നൽസ് ഓർ ഗ്രോത്ത് ഫാക്ടേഴ്സ്. പുറത്തുനിന്ന് ഒരുത്തിന്റെയും ഗ്രോത്ത് സിഗ്നൽസ് ആവശ്യമില്ല എന്നതുപോലെ അടുത്ത പ്രശ്നമാണ് അകത്തു നിന്ന് ആരും പറഞ്ഞാൽ അനുസരിക്കുകയുമില്ല. അകത്തും പുറത്തു നിന്നും ആരെയും അനുസരിക്കുകയില്ല. ദാറ്റ് ഈസ് ഇൻസെൻസിറ്റിവിറ്റി ടു ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ്, ഗ്രോത്ത് തടയുന്ന സിഗ്നൽസ്. ഗ്രോത്ത് തടയുന്ന സിഗ്നൽസിനോട് ഒരു മരവിപ്പ് അല്ലെങ്കിൽ റിഫ്രാക്ടറിനെസ് ടു ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് സിഗ്നൽസ് ഓർ ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ്. സോ അവയോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ. ആൻഡ് തേർഡ് വൺ, മൂന്നാമത്തത് DNA ഡാമേജ് ഉണ്ടാകുന്നു. DNA ഡാമേജ് ആൻഡ് ഡിഫക്റ്റീവ് DNA റിപ്പയർ. DNA റിപ്പയർ ശരിയായിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. DNA ഡാമേജ് ഉണ്ടെങ്കിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. തിരുത്തുന്നതും ഇൻഎഫിക്കേഷ്യസ് ആയിരിക്കും. സോ അതിന്റെയൊക്കെ എഫിക്കസി കുറയുന്നു എന്നുള്ളതാണ് സംഭവിക്കുക. നാലാമത്തെ മെക്കാനിസം അല്ലെങ്കിൽ ഹോൾമാർക്ക് എന്ന് പറയുന്നത് ഇവേഷൻ ആണ്. എവിടെ നിന്നാണ് രക്ഷപ്പെടുന്നത്? ഇവേഷൻ ഓഫ് അപ്പോപ്റ്റോട്ടിക്. സാധാരണ രീതിയിൽ DNA ഡാമേജ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സെൽസ് അപ്പോപ്റ്റോട്ടിക് സിഗ്നൽസ് ഓൺ ചെയ്യും. സോ ഇവിടെ അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. സോ എസ്കേപ്പ് ഓഫ് സെൽ ഡെത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പോപ്റ്റോട്ടിക് പാത്വേസിൽ നിന്ന് രക്ഷപ്പെടും. സോ DNA ഡാമേജ് ഓർ റിപ്പയർ മൂലം സാധാരണ അപ്പോപ്റ്റോട്ടിക് പാത്വേക്ക് എല്ലാം ആക്ടിവേറ്റ് ആയാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്ന സെല്ലുകളായി മാറുന്നു ക്യാൻസർ സെൽസ്. അഞ്ചാമത്തത് ഹോൾമാർക്ക് ഈസ് ഓൾസോ ഇവേഷൻ ആണ്. ഇവേഷൻ ഫ്രം ഓർ ഓഫ് ഹോസ്റ്റ് ഇമ്മ്യൂൺ ഡിഫൻസ്. നമ്മുടെ സ്വന്തം ഇമ്മ്യൂൺ റെസ്പോൺസസ് ഡിഫൻസ് മെക്കാനിസം, നമ്മുടെ ശരീരത്തിന്റെ ഹോസ്റ്റിന്റെ ഇമ്മ്യൂൺ സർവൈലൻസ് മെക്കാനിസത്തിൽ നിന്ന് ക്യാൻസർ സെൽ രക്ഷപ്പെടാനുള്ള കഴിവാണ് മറ്റൊരു സവിശേഷത. ആൻഡ് അടുത്തത് ആറാമത്തെ ഇമ്പോർട്ടന്റ് ഈസ് ലിമിറ്റ്ലെസ്. അവർക്ക് പരിധിയില്ലാത്ത ലിമിറ്റ്ലെസ് റെപ്ലിക്കേറ്റീവ് പൊട്ടൻഷ്യൽ ആണ്. റെപ്ലിക്കേറ്റീവ് പൊട്ടൻഷ്യൽ ലിമിറ്റ്ലെസ് ആവുന്നു. ഓർ അവോയ്ഡൻസ് ഓഫ് സെല്ലുലാർ ഏജിങ്. സെല്ലുകൾ ഏജ് ആവുന്നില്ല, പ്രായമാവുന്നില്ല, സെനസെൻസ് വയസ്സാകുന്നില്ല. എത്ര വേണേലും ഡിവൈഡ് ചെയ്യാനുള്ള കഴിവ് ലഭിക്കുന്നു ബൈ ടീലോമറേസ് ലൈക്ക് ആക്ഷൻ. സെൽ അക്യൂർഡ് സ്റ്റെം സെൽ ലൈക്ക് പ്രോപ്പർ. സ്റ്റെം സെല്ലുകളെ പോലെ ആകുന്നു. ആൻഡ് ഇറ്റ് ഗെയിൻസ് ഇമ്മോർട്ടാലിറ്റി. അതാണ് അടുത്ത ഫീച്ചേഴ്സ്. ആൻഡ് ഏഴാമത്തെ ഫീച്ചേഴ്സ് ഓൾട്ടേർഡ് സെല്ലുലാർ മെറ്റബോളിക് പാത്വേസ് അകത്ത് മാറ്റുന്നു. നോർമൽ സെല്ലുലാർ മെറ്റബോളിക് പാത്വേസ് മാറി ക്യാൻസർ സെല്ല് അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ട മെറ്റബോളിക് പാത്വേസിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള കഴിവ് ആർജിക്കുന്നതാണ് ഏഴാമത്തെ ഹോൾമാർക്ക്. ആൻഡ് എട്ടാമത്തെ ഹോൾമാർക്ക് ഈ സസ്റ്റെയിൻഡ് ആൻജിയോജെനിസിസ് ആണ്. ആൻജിയോ മീൻസ് ബ്ലഡ് വെസൽസ് ആണ്. ആൻജിയോജെനിസിസ് മീൻസ് പുതിയ ബ്ലഡ് വെസൽസ് ഉണ്ടാവുന്നതാണ്. ക്യാൻസർ സെൽസ് ഉള്ള ഭാഗത്തേക്ക് പുതിയ ബ്ലഡ് വെസൽസ് ഉണ്ടാവുകയും ആ ഭാഗത്തേക്ക് ബ്ലഡ് പെർഫ്യൂഷൻ വർദ്ധിക്കുകയും. സോ ക്യാൻസർ സെൽസ് കണ്ടിന്യൂസ്ലി ഗെറ്റ് ഹൈപ്പർഫ്യൂഷൻ. ആൻഡ് ഒമ്പതാമത്തെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എബിലിറ്റി ടു ഇൻവേഡ് അതർ സെൽസ്
ആൻഡ് ഓൾസോ ടു മെറ്റാസ്റ്റാസിസ്. മെറ്റാസ്റ്റാസൈസ് ചെയ്യാനുള്ള കഴിവ്, തൊട്ടടുത്ത ഓർ ഡിസ്റ്റന്റ് ഭാഗത്തേക്കുള്ള പടരാനുള്ള കഴിവ്, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എപ്പിജെനറ്റിക് ആൻഡ് ജെനറ്റിക് ചേഞ്ചസ് ഇൻ ക്യാൻസർ സെല്ലാണ്. അത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ കുറച്ച് പറഞ്ഞു കഴിഞ്ഞു. റോൾ ഓഫ് മൈക്രോ RNA മാത്രമാണ്, മൈക്രോമിർസ് അത് മാത്രമാണ് പറയാൻ റോൾ ഓഫ് മൈക്രോ RNA. സോ ഇത്രയും 10 സംഭവങ്ങളാണ് ഹോൾ മാർക്സ് ഓഫ് ക്യാൻസർ ആയിട്ട് പറയാം. സോ അപ്പൊ നമുക്ക് ഇനി പറയേണ്ട എന്താണ്? പറയേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വ്യതിയാനങ്ങൾ ഏതെല്ലാമാണ്, അതെങ്ങനെയാണ് സെൽ സഫിഷ്യൻസി ഗ്രോത്ത് സിഗ്നലിലേക്ക് നയിക്കുന്നത്, അതെങ്ങനെയാണ് ഇൻസെൻസിറ്റീവിലേക്ക് നയിക്കുന്നത്, ഇതെങ്ങനെയാണ് അവിടെ ഓരോ കാര്യങ്ങളും. സോ 4 പ്രധാനപ്പെട്ട മ്യൂട്ടേഷൻസ് ഉണ്ടാകുന്ന സ്ഥലങ്ങൾ പറഞ്ഞു, അങ്ങനെ മൂലമാണ് ഇത് ഉണ്ടാവുന്ന പറഞ്ഞു. അത് നമുക്ക് ടാർജറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് നമുക്ക് പറയേണ്ടത്. ആദ്യത്തെ ഹോൾമാർക്ക് നമ്മൾ പറഞ്ഞത് സെൽഫ് സഫിഷ്യൻസി ഇൻ ഗ്രോത്ത് സിഗ്നൽ. സോ ഇതാണ് നമ്മൾ പറഞ്ഞത്. സാധാരണ ഇപ്പോൾ ഒരു സെല്ല് വളരാൻ എന്ത് വേണം? അത് വളരാനും പ്രൊലിഫറേറ്റ് ചെയ്യാനും ഒക്കെ പുറത്തുനിന്ന് വരുന്ന എക്സ്റ്റേണൽ സിഗ്നൽസ് ആയിരിക്കും വരിക. വി കോൾ ഇറ്റ് ആസ് പാരാക്രൈൻ സിഗ്നൽസ് ആണ് വേണ്ടത്. പക്ഷെ ഇപ്പോൾ ഈ സെല്ലിന് ഇത്തരം സിഗ്നൽസ് സ്വന്തമായിട്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഈ സിഗ്നൽസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള ഇൻട്രാസെല്ലാർ സിഗ്നൽസ് വർദ്ധിപ്പിക്കാനോ സ്വയം ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ സാധാരണ വളർച്ചാ ജീൻസിനെ നമ്മൾ പ്രോട്ടോ ഓൺകോജീൻസ് എന്നാണ് പറയുക. സോ ഇവിടെ പ്രോട്ടോ ഓൺകോജീൻസ് നൗ ബിക്കം ഓൺകോജീൻസ് ആയിട്ട് മാറുകയാണ്. സോ ഈ വളർച്ചാ സിഗ്നൽസ് ഉണ്ടാക്കുന്ന മ്യൂട്ടേഷൻ അത് ഗെയിൻ ഓഫ് ഫംഗ്ഷൻ മ്യൂട്ടേഷൻ ആണെന്ന് പ്രത്യേകം ഓർക്കുക. സോ അപ്പൊ പുതിയൊരു ഫംഗ്ഷൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ എക്സാഗ്രേറ്റഡ് ന്യൂ ഫംഗ്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ എക്സാഗ്രേറ്റഡ് ഫംഗ്ഷൻ ആയിരിക്കും ഈ മ്യൂട്ടേഷൻ വഴി ഉണ്ടാക്കുക. അപ്പോൾ ഇതൊരു ക്രോമസോം ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ മറ്റൊരു ക്രോമസോം ഈസ് ഹോമോലോഗസ് ക്രോമസോം. സോ ഇതിന്റെ ഇവിടെയാണ് ഈ മ്യൂട്ടേഷൻ ഉണ്ടായെന്ന് വിചാരിക്കും. മ്യൂട്ടേഷൻ ഇവിടെയുണ്ട്, ഈ ജീൻ ഇവിടെയുണ്ട്, അല്ല അച്ഛന്റെ അമ്മയുടെയും. സോ ഇവിടെ ഒരു മ്യൂട്ടേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, ഗെയിൻ ഓഫ് ഫംഗ്ഷൻ മ്യൂട്ടേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, സോ ദിസ് വിൽ ബി ദ ഡോമിനന്റ് വൺ. ഈ ജീൻ ആയിരിക്കും പിന്നെ ഡോമിനന്റ് ചെയ്യുക. ഈ ജീനിൽ മ്യൂട്ടേഷൻ ഇല്ലെങ്കിലും ദിസ് വിൽ ഗെറ്റ് ഡോമിനേറ്റഡ്. സോ ഒരെണ്ണം ഓൺകോജീൻ ആയി കഴിഞ്ഞാൽ അതായിരിക്കും പിന്നെ ഈ ജീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആയിരിക്കും പിന്നെ ഉണ്ടാവുക, എക്സ്പ്രസ് ചെയ്യുക. ഇതിൽ നിന്നുള്ളതല്ല ഉണ്ടാവുക. അതാണ് ഗെയിൻ ഓഫ് ഫംഗ്ഷൻ മ്യൂട്ടേഷൻ ഇൻ ദ പ്രോട്ടോ ഓൺകോജീൻസ്. നമ്മുടെ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ വരുന്ന റിസപ്റ്റർ, നമ്മൾ റിസപ്റ്റർ എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റർ ആണ്, എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റർ. ഓർ അതിന്റെ എക്സാമ്പിൾ ആണ് റിസപ്റ്റർ ടൈറോസിൻ കൈനേസസ് ഓർ ടൈറോസിൻ ലിങ്ക്ഡ് ഓർ അസോസിയേറ്റഡ് ടൈപ്പ് ഓഫ് റിസപ്റ്റർ ഒക്കെ ഉണ്ടല്ലോ, ഒരുപാട് ടൈപ്പ് ഉണ്ട് എൻസൈം ലിങ്ക്ഡ്. സോ അതിപ്പോൾ നമുക്കൊരു സെല്ലിൽ ഇങ്ങനെ വരികയാണെങ്കിൽ അതിന്റെ സെൽ മെംബ്രെയിനിലാണല്ലോ നമ്മൾ സാധാരണ വരിക. ഇത് അതിന്റെ എക്സ്റ്റേണൽ ഭാഗം ആൻഡ് ദിസ് ഇസ് സെല്ലിനകത്തുള്ള ഭാഗം ആൻഡ് ദിസ് ഇസ് ഇൻസൈഡ് ഭാഗം. അപ്പൊ അത് 2 എണ്ണം വരയ്ക്കണം. ബിക്കോസ് രണ്ടും കൂടി ചേർന്നിട്ട് നമുക്കറിയാം ഇങ്ങനെ ചേരുമ്പോഴാണ് ഇവിടെ ഫോസ്ഫോറിലേഷൻ നടക്കുക. സോ അപ്പോൾ ഗ്രോത്ത് ഫാക്ടേഴ്സ് വേണം. ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇവിടെ വന്ന് ഒട്ടിച്ചേരുമ്പോഴാണ് ഇതിനകത്ത് ഇൻട്രാസെല്ലാർ സിഗ്നലിംഗ് പാത്വേസ് ഒക്കെ നടക്കുക. അപ്പോൾ ഒട്ടിച്ചേരേണ്ടത് ഇത് റിസപ്റ്റർ ആണ്, ഇത് ഗ്രോത്ത് ഫാക്ടർ, ഇവിടെ ഗ്രോത്ത് ഫാക്ടർ വന്ന് പിടിക്കണം, ഇത് റിസപ്റ്റർ ആണ്. അപ്പോൾ ഗ്രോത്ത് ഫാക്ടേഴ്സ് കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യുക, അതാണ് ഒരു മാർഗം. അല്ലെങ്കിൽ ഈ റിസപ്റ്റേഴ്സ് തന്നെ കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യുക. റിസപ്റ്ററിന്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുകയോ റിസപ്റ്ററിന്റെ ആക്ടിവിറ്റി കൂടുകയോ ചെയ്യുക. സോ റിസപ്റ്റർ വളരെ അധികം കൂടുക, ഇതാണ് രണ്ടാമത്തെ പ്രോട്ടോ ഓൺകോജീൻസ്. ഇനി ഈ റിസപ്റ്റർ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് ഇതിനകത്തുള്ള ഇൻട്രാ സെല്ലുലാർ പാത്വേസുകളാണ്. 2 പാത്വേസ് നമ്മൾ പറഞ്ഞായിരുന്നു. ഒന്ന് റാസിൽ നിന്ന് റാഫ് ആകും, റാഫ് then MEC then ERK പാത്വേ. ഇതാണ് ഒരു പാത്ത്. രണ്ടാമത്തത് റാസ് വഴി തന്നെയാണ്. റാസ് വഴി തന്നെ ആക്ടിവേറ്റ് ചെയ്യുന്നത് PI3K, AKT, mTOR പാത്വേ. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട പാത്വേ, വേറെ ഒരുപാട് പാത്വേ ഉണ്ട്. ഇതാണ് 2 പ്രധാനപ്പെട്ട ഗ്രോത്ത് സിഗ്നൽസ് പോകുന്ന പാത്വേ. ഇതിൽ ഏതെങ്കിലും ഹൈപ്പർ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ റാസ് ആകാം, റാഫ് ആകാം, MEC ആകാം, ERK ആകാം, അല്ലെങ്കിൽ PI3യിലെ PI3K ആക്ടിവേറ്റഡ് ആകാം, അല്ലെങ്കിൽ AKT ആക്ടിവേറ്റഡ് ആകാം, mTOR ആക്ടിവേറ്റഡ്. ഇത് രണ്ടും ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും കൂടുതൽ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് എന്താണ്? സെല്ലിനകത്ത് ന്യൂക്ലിയസിനകത്തേക്ക് പോകണം. ന്യൂക്ലിയസിനകത്തേക്ക് പോകാൻ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് അല്ല, ഈ വഴിയാലും ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആക്ടിവേറ്റഡ് ആകും. ഏതെല്ലാമാണ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്? മിക് ഉണ്ട്, മിബ് എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ട്, ദെൻ ജൂൺ ഉണ്ട്, ഫോസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മൾ പല സിഗ്നലിംഗ് പാത്വേസിൽ പഠിച്ചിട്ടുള്ളത്. സോ ദിസ് ക്യാൻ ബി അനദർ പ്രോട്ടോ ഓൺകോജീൻസ് ആണ്. ഇതെല്ലാം ഓരോ പ്രോട്ടോ ഓൺകോജീൻസ് ആണ്. ഇത് നമ്മൾ രണ്ടാമത്തെ പറഞ്ഞു. ഗ്രോത്ത് ഫാക്ടർ ആദ്യത്തെ പ്രോട്ടോ ഓൺകോജീൻ ആണ്. ഇത് 2. ഇതിൽ ഏത് പാത്വേയിലും ഉള്ളത് പ്രോട്ടോ ഓൺകോജീൻസ് ആണ്. ഇതും പ്രോട്ടോ ഓൺകോജീൻ. സോ ദീസ് പ്രോട്ടോ ഓൺകോജീൻസ് ബിക്കം ഓൺകോജീൻസ് ആയിട്ട് മാറും. അപ്പോൾ നമുക്കിനി അതിന്റെ എക്സാമ്പിൾസ് ആണ് പറയേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ഗ്രോത്ത് ഫാക്ടർ ആസ് ഓൺകോജീൻസ് പറയാം. സോ ഇത് റിസപ്റ്റർ ആണ് ആൻഡ് ദിസ് ഈസ്
റിസപ്റ്റർ ആണ്. ആൻഡ് ഇവിടെ ഗ്രോത്ത് ഫാക്ടർ ഫസ്റ്റ് വൺ ഇസ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആസ് ഓൺകോജീൻ. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടർ ബീറ്റ. ഇത് കൂടുന്നത് ആസ്ട്രോമയിൽ കൂടുതലായിട്ട് ആസ്ട്രോമ. ദെൻ ഗ്ലയോമ, സോ CNS ക്യാൻസർ എക്സാമ്പിൾ ആണ്. ദെൻ ട്യൂമർ ഗ്രോത്ത് ഫാക്ടർ ബീറ്റ, ആൽഫയാണ്, ബീറ്റ അല്ല, ശ്രദ്ധിക്കുക. അത് കൂടുന്നത് ഇൻ സാർക്കോമകളിൽ കൂടുന്നുണ്ട്. ആസ്ട്രോമാസിൽ അത് കൂടുന്നുണ്ട്. ദെൻ ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടർ 3 ഇത് കൂടുന്നത് സ്റ്റൊമക് ക്യാൻസറിലാണ്. സ്റ്റൊമക് ക്യാൻസർ. സോ 3 എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ദാറ്റ് ഗ്രോത്ത് ഫാക്ടർ കൂടുന്നത് വേറെയും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ആൻഡ് ഇനി നമ്മൾ പറയുന്നത് ഇത് ഫസ്റ്റ് ആണ്. ഇനി രണ്ടാമത്തത് ഗ്രോത്ത് ഫാക്ടർ അല്ല, ഗ്രോത്ത് ഫാക്ടറിന്റെ റിസപ്റ്റർ കൂടുതലായിട്ട് ആക്ടിവേറ്റ് ചെയ്യാണ്. ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റർ കൂടിയിട്ട് ദാറ്റ് ആക്ട്സ് ആസ് എ ഓൺകോജീൻസ് ആയിട്ട് വരുന്നതാണ്. ഫേമസ് എക്സാമ്പിൾ HER2 ആണ്. HER2 റിസപ്റ്റേഴ്സ് ആംപ്ലിഫിക്കേഷൻ എവിടെയാണ്? ബ്രസ്റ്റ് ക്യാൻസറിലാണ്. ദെൻ FLT3 റിസപ്റ്റേഴ്സ് ഇൻ സർട്ടൻ ലുക്കീമിയാസിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. ALK ആക്ടിവേറ്റഡ് ഇൻ ന്യൂറോബ്ലാസ്റ്റോമയിൽ ALK ആക്ടിവേറ്റഡ് ആണ്. കിറ്റ് ആണെങ്കിൽ ഫേമസ് ആണ്. ഇതും GIST ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ സ്ട്രോമൽ ക്യാൻസറിൽ ആക്ടിവേറ്റഡ് ആകുന്നു. ഇനി ഇവിടെ നിന്നുള്ള ഒരു പാത്വേ ആണ് നമ്മൾ പറഞ്ഞത് റാസ് ആണ്. റാസ് പല തരം ഉണ്ട്. റാസ് തന്നെ KRAS ഉണ്ട്, HRAS ഉണ്ട്, NRAS ഉണ്ട്. ഓക്കെ, സോ ഇതിൽ KRAS പ്രോട്ടോൺകോജീൻ ബിക്കം ആക്ടിവേഷൻ ആകുന്നത് ഉദാഹരണം കോളോൺ ക്യാൻസറിലാണ്. സോ കോളോൺ ക്യാൻസറിൽ KRAS കൂടുതലാണ്. HRAS കൂടുതലായിട്ട് കാണുന്നത് ബ്ലാഡർ ക്യാൻസറിലാണ്. വേറെ ക്യാൻസർ ഒക്കെ ഉണ്ട്, ബ്ലാഡർ ക്യാൻസറിലാണ്. NRAS കൂടുതലാവുന്നത് എക്സാമ്പിൾ ഈസ് ഇൻ മെലനോമാസ്. ആൻഡ് നമ്മൾ ഒരു കാര്യം കാണുന്നത് ഈ റാസ് മിക്കവാറും തന്നെ ഒരു 15-20% ക്യാൻസറുകളിലും ഹ്യൂമൻ ക്യാൻസറുകളിലും റാസ് കൂടുതലായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ പ്രോട്ടോ ഓൺകോജീൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനിടയിൽ ഞാൻ ഒരു ട്യൂമർ സപ്രസർ ജീന്റെ എക്സാമ്പിൾ പറയാണ്. ബിക്കോസ് നമ്മൾ റാസിനെ കുറിച്ചാണ് പറയുന്നത്. സോ റാസിനെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. റാസിനെ നശിപ്പിക്കുന്നത് റാസ് GTPases എന്ന് പറയുന്ന ചില എൻസൈംസ് ആണ്. ആൻഡ് ഇത് പ്രോട്ടോ ഓൺകോജീൻ അല്ല, ട്യൂമർ സപ്രസർ ജീനാണ്. സോ ഇവിടെ റാസ് GTPases ഒരു ലോസ് ഓഫ് ഫംഗ്ഷൻ മ്യൂട്ടേഷൻ വന്നാൽ ഇത് ഇനാക്റ്റീവ് ആവും. ഇത് ഇനാക്റ്റീവ് ആകുമ്പോഴും റാസ് വിൽ ഇൻക്രീസ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു എക്സാമ്പിൾ ആണ് NF1 ന്യൂറോ ഫൈബ്രോസിസ് 1 എന്ന് പറയുന്ന മ്യൂട്ടേഷൻ വന്നു കഴിയുമ്പോൾ ലോസ് ഓഫ് ഫംഗ്ഷൻ മ്യൂട്ടേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ് ന്യൂറോ ഫൈബ്രോമാറ്റോസിസ് ടൈപ്പ് 1 ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, ഉണ്ടാകാം. ഇനി റാസ് വഴി ആക്ടിവേറ്റഡ് ആവുന്ന അടുത്ത ഓൺകോജീൻ എന്ന് പറയുന്നത് റാഫ് ആണ്. റാഫ് ഇതിൽ ഏറ്റവും ഫേമസ് BRAF ആണ്. BRAF ഈസ് വെരി ഫേമസ്. BRAF മ്യൂട്ടേഷൻ വരുന്നത് ലോസ് ഓഫ് ഫംഗ്ഷൻ അല്ല, അവിടെ ഗെയിൻ ഓഫ് ഫംഗ്ഷൻ മ്യൂട്ടേഷൻ ആണ് ഉണ്ടാവുന്നത് ഇൻ ഹെയറി സെൽ ലുക്കീമിയ. ഹെയറി സെൽ ലുക്കീമിയയിൽ 100% മ്യൂട്ടേഷൻ ആണ്. ദെൻ 60% ഓഫ് മെലനോമയിലും റാഫ് മ്യൂട്ടേഷൻ ആണ് ഉണ്ടാവും. ദെൻ റാഫ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മെക് ഉണ്ട്. സോ ഇതൊന്നും ഞാൻ പറയുന്നില്ല, തൽക്കാലം നമുക്ക് വിടാം. ഇനി രണ്ടാമത്തെ പാത്വേ ഇവിടെ തുടങ്ങുന്ന അടുത്ത പാത്വേ PI3K mTOR പാത്വേ ആണ്. ആൻഡ് ദിസ് PI3Kയിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസ് ഒരു 30% ബ്രസ്റ്റ് ക്യാൻസർ രോഗികളിലും ഇതിൽ മ്യൂട്ടേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഗെയിൻ ഓഫ് ഫംഗ്ഷൻ മ്യൂട്ടേഷൻ ഉണ്ട്. സോ ദിസ് ഇസ് എ പ്രോട്ടോ ഓൺകോജീൻ ആണ്. ആൻഡ് ഇനി PI3Kയുടെ ആക്ഷൻ കുറയ്ക്കുന്നത്, PI3Kയുടെ ആക്ഷൻ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു ട്യൂമർ സപ്രസർ ജീൻ ആണ്. സോ അതിന്റെ പേര് P10 എന്നാണ്. P10 എന്ന് പറയുന്ന സംഭവമാണ്. ഇതിനെ ഫോസ്ഫോറിലേസ് ഒക്കെ ചെയ്യുന്നതാണ്, PI3Kയെ നശിപ്പിക്കുന്നത്. സോ ഇതിൽ ലോസ് ഓഫ് ഫംഗ്ഷൻ മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോഴും PI3Kയുടെ ആക്ഷൻ വർദ്ധിക്കാനിടയാകും. സോ P10ൽ വരുന്ന മ്യൂട്ടേഷൻ ആണ് മിക്കവാറും എൻഡോമെട്രിയൽ കാർസിനോമ. എൻഡോമെട്രിയൽ കാർസിനോമയിൽ ഉണ്ടാകുന്നത് P10, ചില എൻഡോമെട്രിയൽ കാർസിനോമയിൽ P10 ലോസ് ഓഫ് ഫംഗ്ഷൻ മ്യൂട്ടേഷൻസ് കാണാം. നമ്മൾ പറഞ്ഞ രണ്ട് പാത്വേയും പൊതു സെല്ലാണെങ്കിൽ സെല്ലിന്റെ ന്യൂക്ലിയസിനകത്തുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിലാണ് വന്ന് അവസാനിക്കുക. അത് റാഫ് പാത്വേ ആയാലും PI3K പാത്വേ ആയാലും ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ, നമ്മൾ കുറച്ച് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ കണ്ടു. അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് മിക് എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ. സോ മിക് തന്നെ പല ടൈപ്പ് ഉണ്ട്. മിക് തന്നെ നമുക്ക് NMIC ഉണ്ട്. NMIC എന്ന് കേട്ടാൽ തന്നെ നമുക്ക് ആ അസുഖം ഓർത്തിരിക്കാം. അത് ന്യൂറോബ്ലാസ്റ്റോമയാണ്. N for ന്യൂറോബ്ലാസ്റ്റോമ. NMIC ഇവിടെ മിക്കിലുള്ള മ്യൂട്ടേഷൻ ആണ്. ഇനി LMIC ഉണ്ട്. LMIC എന്ന് കേൾക്കുമ്പോഴും നമുക്ക് ക്യാൻസർ പെട്ടെന്ന് പിടികിട്ടും. അത് ലങ് ക്യാൻസർ ആണ്. നോൺ സ്മോൾ സെൽ ലങ് ക്യാൻസർ. സോ ഓർക്കാൻ സുഖമാണ്. L for ന്യൂറോ ആൻഡ് L for lung. സോ ഇനി ഇവിടെ ഫോഴ്സ് അങ്ങനെയൊക്കെ ഉണ്ട്, അതിൽ മ്യൂട്ടേഷൻസ് വരാം. സോ ദിസ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് ഓൺകോജീൻ ആണ്. ഇപ്പൊ അത് പ്രോട്ടോ ഓൺകോജീൻ ആണ്. ഇപ്പൊ അത് ഓൺകോജീൻ ആയിട്ട് മാറിയിട്ടുണ്ട് മ്യൂട്ടേഷൻ വഴി. ഇനി പ്രോട്ടോ ഓൺകോജീൻസിലെ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് റിസപ്റ്റർ ആണ്. ഞാൻ റിസപ്റ്റർ എന്ന് വരയ്ക്കാം. ഇത് റിസപ്റ്റർ ആണ്, ഇത് വേറൊരു റിസപ്റ്റർ ആണ്.
ഓക്കെ. സോ ടൈറോസിൻ കൈനേസ് റിസപ്റ്ററിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റിസപ്റ്റർ ഡൈമറൈസ് ചെയ്യണം, രണ്ടെണ്ണം കൂടി ചേരണം, അപ്പോഴാണ് ഇവിടെ ലിഗൻഡ് പിടിക്കണം, ഇവിടെ ലിഗൻഡ് പിടിക്കണം. അപ്പോൾ ദിസ് വിൽ ബിക്കം ആക്റ്റീവ്. ഇൻട്രിൻസിക് ടൈറോസിൻ കൈനേസ് ആക്റ്റീവ് ആകും എന്നാണ് നമ്മൾ പഠിച്ചത്. സോ ഇപ്പൊ ഇൻ സർട്ടൻ കേസസ് ഈ റിസപ്റ്റർ അങ്ങ് വെറുതെ ആക്റ്റീവ് ആകുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, റിസപ്റ്റർ ഈസ് ബിക്കമിങ് ഹൈപ്പർ ആക്റ്റീവ് വിത്തൗട്ട് ബൈൻഡിങ് ടു ദ ലിഗൻഡ്, പിടിക്കാതെ തന്നെ ആക്റ്റീവ് ആകാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഭാഗവും ചില വ്യത്യാസങ്ങൾ വരാം. സോ അതിന് പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് ട്രാൻസ്ലൊക്കേഷൻ ഓർ ജീൻ റീഅറേഞ്ച്മെന്റ് ക്യാൻ മേക്ക് ദിസ് ഹൈപ്പർ ആക്റ്റീവ് ഗ്രോത്ത് സിഗ്നൽസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഏറ്റവും ഫേമസ് എക്സാമ്പിൾ ഈസ് BCR-ABL ജീൻ ആണ്, ഫ്യൂഷൻ ജീൻ ആണ്. T9:22 ട്രാൻസ്ലൊക്കേഷൻ ആണ്. ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ഈസ് ഇൻ CML. ലുക്കീമിയയിൽ, ക്രോണിക് മൈലോയിഡ് ലുക്കീമിയയിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ദെൻ വേറൊരെണ്ണം അതേപോലെ ALK-EML ജീൻ ട്രാൻസ്ഫ്യൂഷൻ വരാം. ജീൻ റീഅറേഞ്ച്മെന്റ് അതുണ്ടാക്കുന്നത് ലങ് അഡിനോമയാണ്. സോ ദിസ് റിസപ്റ്ററിൽ തന്നെ പ്രോട്ടോ ഓൺകോജീൻസ് ആയിട്ട് മാറുന്ന കണ്ടീഷനാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. സോ ഇവിടെ നമ്മൾ പറഞ്ഞതെല്ലാം രണ്ടെണ്ണം നമ്മൾ പഠിച്ചത് ട്യൂമർ സപ്രസർ ജീനാണ്. ഞാൻ ബ്ലാക്ക് കളറിലാണ് എഴുതിയത് അത് രണ്ടും. ബാക്കിയെല്ലാം ഓൺകോജീൻസ് ആണ്. ദിസ് ബിക്കം ഓൺകോജീൻസ് ആയിട്ട് മാറുകയാണ്. പ്രോട്ടോ ഓൺകോജീൻസ് നോർമലി അത് വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ്. പക്ഷെ നൗ ഇറ്റ് ബിക്കം ക്യാൻസറസ് ആയി, പ്രൊലിഫറേഷൻ കൂടുതലാകുന്നു, അബ്നോർമൽ ആകുന്നു. സോ ഇങ്ങനെ അബ്നോർമൽ ആയിട്ട് ഗ്രോത്ത് ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ സെൽ സൈക്കിളിന്റെ അതിലുള്ള ചെക്ക് പോയിന്റ്സ് നമുക്കറിയാം. ചെക്ക് പോയിന്റ്സിനെല്ലാം ഇതിന് നിർബാധം കടന്നു പോകാനായിട്ട് കഴിയും എന്ന് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേ. രണ്ടാമത്തെ ഹാൾമാർക്കായിട്ട് നമ്മൾ പറഞ്ഞെന്തായിരുന്നു? ഇൻസെൻസിറ്റിവിറ്റി. രണ്ടാമത്തെ ഇൻസെൻസിറ്റിവിറ്റി ടു വാട്ട്? ടു ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് സിഗ്നൽസ് ഓർ നമുക്കതിനെ റിഫ്രാക്ടറിനെസ് ടു ഗ്രോത്ത് ഇൻഹിബിഷൻ. സോ നമ്മൾ ഗ്രോത്ത് വളർച്ച ഉണ്ടാക്കുന്നത് കണ്ടു, അതേപോലെ അതിനെ തടയുന്ന ആൾക്കാർ രണ്ട് എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. സോ ഒരു സെൽ അമിതമായിട്ട് പ്രോലിഫറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിൽ ഇടപെടേണ്ട ആൾക്കാരാണ് ട്യൂമർ സപ്രസർ ജീൻസ് എന്ന് പറയുന്ന ജീൻസ് അതിനകത്ത് ഇടപെടും. സോ ദിസ് എ ബ്രേക്ക് ആണ് അല്ലെ, സെൽ അമിതമായിട്ട് പോകുന്നതിന്റെ ബ്രേക്ക് ആണ്. സോ ഈ ബ്രേക്ക് പോയാലോ, ഈ ബ്രേക്ക് നഷ്ടപ്പെട്ടാലും സെൽസ് വിൽ ബിക്കം അബ്നോർമലായിട്ട് അമിതമായിട്ട് വളരും. സോ ഇവിടെ ഇൻ TSCയിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ ഈസ് ലോസ് ഓഫ് ഫംഗ്ഷൻ മ്യൂട്ടേഷൻ. മറ്റോടത്ത് നമ്മൾ പറഞ്ഞത് ഗെയിൻ ഓഫ് ഫംഗ്ഷൻ മ്യൂട്ടേഷൻ ആണെന്നാണ് പറഞ്ഞത്. ഞാൻ തൽക്കാലം എളുപ്പത്തിനുണ്ട് ഇങ്ങനെ വരയ്ക്കാം. ഇതൊരു ക്രോമസോം ആണ്, ഇത് അടുത്ത ക്രോമസോം ഐഡന്റിക്കൽ ഹോമലോഗസ് ആണെന്ന് വിചാരിക്കതാണ്. ഹോമലോഗസ് പെയറിൽ മറ്റേ നമ്മൾ പറഞ്ഞത് ഇവിടെ ഒരു മ്യൂട്ടേഷൻ പ്രോട്ടോ ഓൺകോജീൻ ആയി കഴിഞ്ഞാൽ ഓക്കെ ആണ്. ഇവിടെ മാത്രം മ്യൂട്ടേഷൻ ഉണ്ടായി പോരാ, അതേപോലെ തന്നെ ഇവിടെയും മ്യൂട്ടേഷൻ ഉണ്ടാവണം. സോ രണ്ട് സ്ഥലത്തും ഒരേപോലെ മ്യൂട്ടേഷൻ ഉണ്ടാകണം. സോ ജീൻ ഡിലീഷനോ മ്യൂട്ടേഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം. ഓക്കെ, സോ ഹോമലോഗസ് ക്രോമസോമിലെ രണ്ട് ജീനിലും മ്യൂട്ടേഷൻ ഉണ്ടാക്കണം. ട്രാൻസ്ഫോർമേഷൻ റിക്വയർഡ് ഇൻ ബോത്ത് അല്ലലി ഓഫ് ദ ജീൻസ്. സോ ഒക്കേഷണലി, വളരെ അപൂർവമായിട്ട് സിംഗിൾ അല്ലലിയിലും ഉണ്ടായേക്കാം. ഹാപ്ലോ ഇൻസഫിഷ്യൻസി കേസസ് ഉണ്ടായേക്കാം. സോ ഉദാഹരണം ട്യൂമർ സപ്രസർ ജീൻസ് രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി പറഞ്ഞു. PTEN നമ്മൾ പറഞ്ഞു, ദെൻ NF1 നമ്മൾ. പക്ഷെ ഇതൊന്നുമല്ല ഫേമസ്. ട്യൂമർ സപ്രസർ ജീനിൽ ഏറ്റവും ഫേമസ് ഈസ് TP53 അല്ലെങ്കിൽ P53 എന്ന് പറയുന്ന ജീനാണ്. ക്രോമസോം നമ്പർ 17 ഉള്ള ഈ ജീൻ. ഏറ്റവും കൂടുതൽ മ്യൂട്ടേറ്റഡ് ജീൻ ഇൻ ക്യാൻസർ ഏതാണെന്ന് ചോദിച്ചാൽ അത് P53 ആണ്. സോ ഇതിനെയാണ് നമ്മൾ ഗാർഡിയൻ ഓഫ് ജീനോം എന്ന് വിളിക്കുന്ന ജീനാണ് P53 ജീൻ. ഈ ജീനിൽ മ്യൂട്ടേഷൻ വന്നവരിൽ, സോ അതിപ്പോ ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടിയെന്ന് വെച്ചോ, ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ട് അവർക്ക് കിട്ടുകയാണെങ്കിൽ അവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ലീഫ്രോമേനി സിൻഡ്രോം എന്ന് പറയുന്ന രോഗം. സോ ഈ സിൻഡ്രോമിൽ എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ ഇവർക്ക് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ക്യാൻസർ വരാനുള്ള ചാൻസ് 25 ഇരട്ടിയാണ്. മാത്രമല്ല ഇവർക്ക് വളരെ യങ്ങർ ഏജിൽ തന്നെ ക്യാൻസറും പിടിപെടാം. സോ P53 മ്യൂട്ടേഷൻ ഈസ് വെരി ഡേഞ്ചറസ് ആണ്. ഇത് സെല്ലാണെങ്കിൽ, ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ, P53 ഇവിടെ പിടിച്ചിരിക്കുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്, അതിന്റെ പേര് MDM2 എന്ന് പറയുന്ന പ്രോട്ടീനാണ്. സോ ഈ MDM2 കൂടുതലായി കഴിഞ്ഞാൽ, ആംപ്ലിഫൈഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ P53 മുറുകെ പിടിച്ചിരിക്കും അല്ലെ. അപ്പൊ P53 പോയി എന്തെങ്കിലും പരിപാടി നടത്തുന്നതിൽ നടക്കില്ല. സോ ഇൻ സർട്ടൻ ടൈപ്പ് ഓഫ് സാർക്കോമകളിൽ, ചില സാർക്കോമകളിൽ MDM2 കൂടുതലായിട്ടും കാണപ്പെടുന്നുണ്ട്. അപ്പൊ P53യുടെ ആക്ഷൻ കുറയാം. ഇനി P53 എപ്പോഴൊക്കെയാണ് ആക്റ്റീവ് ആകേണ്ട ഘട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രെസ് കൂടിയ, DNA തകർന്നാൽ അല്ലെ, DNA റിപ്പയർ, ഡാമേജ് ഒക്കെ വന്നു കഴിയുമ്പോൾ P53 ആക്റ്റീവ് ആവേണ്ടതാണ്. അപ്പൊ P53
P53 ആക്റ്റീവ് ആവേണ്ടത് ATM അല്ലെങ്കിൽ ATR അല്ലെങ്കിൽ P14 ഇങ്ങനെയൊക്കെ പറഞ്ഞ പല പ്രോട്ടീൻ വഴിയാണ് ഇത് ആക്ടിവേറ്റഡ് ആകേണ്ടത്. സോ DNA ഡാമേജ് വരുമ്പോൾ P53 ഈസ് നോട്ട് ആക്റ്റീവ്. P53 ആക്റ്റീവ് ആകുന്നില്ല, സെൽ ഡാമേജ് ഓർ റിപ്പയർ ഒന്നും ശരിയായിട്ട് നടക്കില്ല. അപ്പോഴും ദിസ് വിൽ ക്യാൻ ബിക്കം ക്യാൻസർ ആയിട്ട് മാറാം. ട്യൂമർ സപ്രസർ ജീനിലെ മറ്റൊരെണ്ണമാണ് RB ജീൻ, റെറ്റിനോബ്ലാസ്റ്റോമ ജീൻ എന്നുള്ളതും വളരെ ഫേമസ് ആണ്. RB ജീൻ ഓർ റെറ്റിനോബ്ലാസ്റ്റോമ, ആൻഡ് ഇതിനെ ഗവർണർ ഓഫ് പ്രൊലിഫറേഷൻ എന്നാണ് ഇതിനെ വിളിക്കുക. RB ജീൻ ഒട്ടിച്ചേർത്ത്, ഇതാണ് RB ജീൻ എങ്കിൽ ഇത് ഒട്ടിച്ചേർന്നിരിക്കുന്നത് E2F ലാണ്. E2F നമ്മൾ സെൽ ഡിവിഷനിലൊക്കെ പഠിക്കുന്ന സംഭവമാണ്. E2F ഈസ് ഹൈപ്പോഫോസ്ഫോറിലേറ്റഡ് ആണെങ്കിൽ ഇത് ചേർന്നിരിക്കും. വെൻ ബിക്കം ഹൈപ്പർ ഫോസ്ഫോറിലേറ്റഡ് ആണെങ്കിൽ RB ജീൻ പുറത്തേക്ക് പോകും. ഇതാണ് സാധാരണ നോർമൽ കണ്ടീഷൻ. ഇനി RB ജീൻ ഉള്ളത് ക്രോമസോമിന്റെ 13ലാണ്, 13ലെ Q ഭാഗത്താണ് ഉള്ളത്. ആൻഡ് ഈ RB ജീൻ നശിച്ചാൽ അല്ലെങ്കിൽ ട്യൂമർ സപ്രസറിലൊക്കെ ലോസ് ഓഫ് ഫംഗ്ഷൻ മ്യൂട്ടേഷൻ ആണ്, അല്ലെങ്കിൽ ഡിലീഷൻ വന്നാൽ പ്രവർത്തനം പോകും. ആൻഡ് ഇതിന്റെ പ്രവർത്തനം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് 2 ഹിറ്റ് ഹൈപ്പോതീസിസ് എന്ന് പറയുന്നത്. ഇതിന് മാത്രമല്ല ബാക്കി എല്ലാത്തിനും നമുക്കിത് പറയാം. സോ ഇവിടെ എക്സാമ്പിൾ ഈസ് ഫാമിലിയൽ റെറ്റിനോബ്ലാസ്റ്റോമ എന്ന് പറയുന്ന അസുഖം വരുന്ന, ക്യാൻസർ വരുന്ന ആൾക്കാരുടെ കാര്യമാണ്. അവർക്ക് ഓൾറെഡി ഫാമിലിയൽ ആണ്. അപ്പോൾ ഒരെണ്ണത്തിൽ ഒരു 13ാം നമ്പർ ജീനിൽ ഓൾറെഡി റെറ്റിനോബ്ലാസ്റ്റോമ ഇല്ല. അപ്പൊ അമ്മയുടെയോ അച്ഛൻ്റെയോ ആയിരിക്കും ഇല്ലാത്തത്. അപ്പൊ അടുത്തത്തിൽ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള ചാൻസ് 10,000 ടൈംസ് ആണുള്ളത്. ഇതാണ് ഫാമിലിയൽ വരിക. സ്പൊറാഡിക് കേസിൽ അത്രയും ചാൻസ് ഇല്ല. ഒരു 40% കേസ് സ്പൊറാഡിക് ആണ്, 60% സ്പൊറാഡിക് കേസ് ആണ്. ഇവരിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ തന്നെ ഡാമേജ് വന്നു കഴിഞ്ഞു, ഇതിലും കൂടി ഡാമേജ് വന്നു കഴിഞ്ഞാൽ എന്തായാലും റെറ്റിനോബ്ലാസ്റ്റോമ ജീൻ ഇല്ലാതെ വരും. അവരിൽ റെറ്റിനോബ്ലാസ്റ്റോമ എന്ന് പറയുന്ന ക്യാൻസർ ഉണ്ടാകും. ആൻഡ് ക്യാൻസർ എഫക്ട് ഐ ആണ്, കണ്ണിനെ ബാധിക്കുന്നതും മറ്റു പല ഓർഗൻസിനെയും ബാധിക്കുന്നതും. വേറെയും ഒരുപാട് ഫംഗ്ഷൻ ഉള്ള ഒരു ജീനാണ് റെറ്റിനോബ്ലാസ്റ്റോമ ജീൻ. സോ ഇറ്റ്സ് എ ട്യൂമർ സപ്രസർ ജീനാണ്. അതിൽ ലോസ് ഓഫ് ഫംഗ്ഷൻ മ്യൂട്ടേഷൻ വരാം. അപ്പോൾ 4 തരം ട്യൂമർ സപ്രസർ ജീൻ പറഞ്ഞു. മറ്റുള്ളതും കൂടി ഒന്ന് പറഞ്ഞു പോയേക്കാം. എക്സാമ്പിൾ 1 ഈസ് APC. APC നമ്മൾ ഗേറ്റ് കീപ്പർ ജീൻ എന്ന് വിളിക്കുന്ന ഒരു ജീനാണ്. ഇതുണ്ടാകുന്നത് കോളനിലൊക്കെ ബിനൈൻ പോളിപ്സ് ആണ് ഉണ്ടാകുക. ബിനൈൻ പോളിപ്സ് ഉണ്ടാകാം. ബിനൈൻ ക്യാൻ ബിക്കം ലാസ്റ്റ് മലിഗ്നന്റ് ആകാം 50 വയസ്സ് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ ഒരെണ്ണം കാഡ്ഹെറിൻ ആണ്. കാഡ്ഹെറിൻ എന്ന് പറയുന്നത് സെൽ സർഫസ് പ്രോട്ടീൻ ആണ്. ഇതിൽ ലോസ് ഓഫ് ഫംഗ്ഷൻ മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഫാമിലിയൽ ഗാസ്ട്രിക് കാർസിനോമ ഉണ്ടാകാം. ദെൻ P10 ഞാൻ ഓൾറെഡി പറഞ്ഞു. ദെൻ P10 എങ്കിലും വേറെ എക്സാമ്പിൾ ആണ്. മ്യൂട്ടേഷൻ വന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്നതാണ് റൗഡൻസ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകാം. ദെൻ ട്യൂമർ TGF ബീറ്റ, നേരത്തെ ആൽഫയാണ് പറഞ്ഞത്. ബീറ്റയിൽ വന്നു കഴിഞ്ഞാൽ കോളൻ ക്യാൻസർ ഉണ്ടാകാം. ദെൻ അനദർ എക്സാമ്പിൾ ഈസ് SMAD 4ൽ വന്നു കഴിഞ്ഞാൽ പാൻക്രിയാറ്റിക് ക്യാൻസർ വരാം. ദെൻ CDKN2A എന്ന് പറയുന്ന അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഫാമിലിയൽ മെലാനോമ എന്ന് പറയുന്ന ക്യാൻസർ വരാം. VHL ഹോൾസിൽ വന്നു കഴിഞ്ഞാൽ റീനൽ സെൽ കാർസിനോമയാണ് വരാവുന്നത്. സോ ഇതെല്ലാം പ്രോട്ടോ ഓൺകോജീൻസ് അല്ല, ഇതെല്ലാം തന്നെ ട്യൂമർ സപ്രസർ ജീൻസിന്റെ എക്സാമ്പിൾ ആണ്. സോ ഇവിടെ വരുന്നത് ലോസ് ഓഫ് ഫംഗ്ഷൻ മ്യൂട്ടേഷൻ ആണ്. പ്രോട്ടോ ഓൺകോജീൻസിൽ വരുന്നത് ഗെയിൻ ഓഫ് ഫംഗ്ഷൻ മ്യൂട്ടേഷൻ. ഇപ്പൊ മൂന്നാമത്തെ ഹോൾമാർക്ക് നമുക്ക് പറയാനുള്ളത് ഇവേഷൻ ആണ്. ഇവേഷൻ ഓഫ് അപ്പോപ്റ്റോസിസ് ഇവേഷൻ ഉണ്ടാകുന്നു ക്യാൻസർ സെൽ. അപ്പോപ്റ്റോട്ടിക് ജീനുകളെ നമുക്ക് 3 ആക്കാം. ഒന്നാമത്തത് പ്രോ അപ്പോപ്റ്റോട്ടിക് ജീൻസ്. പ്രോ അപ്പോപ്റ്റോട്ടിക് ജീൻസ് എക്സാമ്പിൾ ഈസ് ബാക്സ് ഉണ്ട്, ബാക്ക് ഉണ്ട്, ബാക്സ് ആൻഡ് ബാക്ക് ആണ്. സോ ഇത് നിയന്ത്രിക്കപ്പെടുന്നത് P53 വഴിയാണ്. P53 കുറഞ്ഞാൽ ഇത് കുറയും. സോ P53 കുറഞ്ഞാൽ ഇത് കുറയുമ്പോൾ ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്. സോ ഡിക്രീസ്ഡ് അപ്പോപ്റ്റോസിസ് ആണ്. ഡിക്രീസ് അപ്പോപ്റ്റോസിസ് എന്ന് വെച്ചാൽ ക്യാൻസർ കൂടും. രണ്ടാമത്തത് ആന്റി അപ്പോപ്റ്റോട്ടിക് ഫാക്ടേഴ്സ് ആണ്. ആന്റി അപ്പോപ്റ്റോട്ടിക് ഫാക്ടേഴ്സ് ഓർ ജീൻസ് ആണ്. ഏതൊക്കെയാണ്? BCL2 ഉണ്ട്, BCLXL ഉണ്ട്, MCL ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. സോ ഇത് ഓവർ എക്സ്പ്രസ് ചെയ്യുന്നത് ഉദാഹരണം ഫോളിക്കുലാർ ലിംഫോമയിൽ ഇത് ഫോളിക്കുലാർ ലിംഫോമ. മൂന്നാമത്തത് റെഗുലേറ്റർ പ്രോട്ടീൻസ് ആണ്. അപ്പോപ്റ്റോട്ടിക് റെഗുലേഷൻ പ്രോട്ടീൻസ് ഉണ്ട്. ഇപ്പൊ BIM ഉണ്ട്, BIT ഉണ്ട്, BAD ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പൂമ ഇനിയുണ്ട് ഇഷ്ടംപോലെ. ഓക്കെ, സോ P53 വഴി റെഗുലേറ്റഡ് ആണ്. സോ TSG അല്ലെങ്കിൽ ട്യൂമർ സപ്രസർ ജീൻ കുറഞ്ഞു കഴിഞ്ഞാൽ ആന്റി അപ്പോപ്റ്റോട്ടിക് ജീൻസിന്റെ ഫംഗ്ഷൻ കൂടും, പ്രോ അപ്പോപ്റ്റോട്ടിക് ജീൻസ് കുറയും, റെഗുലേറ്റേഴ്സ് കുറയും. സോ അപ്പോൾ സെൽ ഡെത്ത് ഇവേഡ് ചെയ്യും, ക്യാൻസർ ഗ്രോത്ത് കൂടും. ഇനി നാലാമത്തത് DNA ഡാമേജ് ആൻഡ് റിപ്പയർ. DNAയുടെ ഡാമേജും റിപ്പയറിലും തകരാറ് വരുന്നതാണ് അടുത്ത ഹോൾമാർക്ക് എന്ന് പറയാവുന്നത്. ദെൻ അഞ്ചാമത്തെ ഇതിനോടൊപ്പം തന്നെ പറയാവുന്നതാണ് സെല്ലിന് ലിമിറ്റ്ലെസ് റെപ്ലിക്കേഷൻ പൊട്ടൻഷ്യൽ കിട്ടുക. ലിമിറ്റ്ലെസ് റെപ്ലിക്കേഷൻ പൊട്ടൻഷ്യൽ കിട്ടുക എന്ന് പറയുമ്പോൾ അവോയ്ഡ് സെല്ലുലാർ ഏജിങ് ആൻഡ് സെനസെൻസ്. സോ സാധാരണ ഇപ്പൊ DNA അകത്ത് ഇത് സെല്ലാണെങ്കിൽ ന്യൂക്ലിയനകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ATK ATM വഴി ATK ആൻഡ് ATM വഴി P53 ആക്ടിവേറ്റഡ് ആകേണ്ടതാണ്. P53
ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ സെൽ അടുത്ത ഇപ്പൊ ഉദാഹരണം G1 ഫേസിൽ നിന്ന് S ഫേസിലേക്ക് പോകുന്നത് അവിടെ വെച്ച് തടയേണ്ടതാണ്, പ്രവർത്തനം തകരാറിലാവേണ്ടതാണ്. സോ P53 ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ സംഭവങ്ങളെ ആക്ടിവേറ്റഡ് ആക്കും. ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ ചെക്ക് പോയിന്റ് രൂക്ഷമായിട്ട് കാര്യമായിട്ട് ചെക്ക് ചെയ്യും. പക്ഷെ ഇവിടെ ഈ ചെക്ക് പോയിന്റ് ഇവേഷൻ ഉണ്ടാകും. സോ ഇവിടെ ചെക്ക് ചെയ്യേണ്ട ആൾക്കാർ ഇല്ലാതെ വരും, ചെക്ക് പോയിന്റിന്റെ പ്രവർത്തനം തടസ്സപ്പെടും. ഓക്കെ, ദെൻ അവിടെയുള്ള ഇപ്പോ സൈക്ലിൻസ് ഇപ്പൊ പറയണമെങ്കിൽ ഡീസൈക്ലിൻസ് അല്ലെങ്കിൽ CDK4 പോലെയുള്ള സൈക്ലിൻസിന്റെ ഒക്കെ ആക്ഷൻ തടസ്സപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും സെല്ല് കൂളായിട്ട് G1 ഫേസിൽ നിന്ന് S ഫേസിലേക്ക് പോകും. ഓക്കെ, ഉദാഹരണം മെലനോമ, സാർക്കോമയിലൊക്കെ അങ്ങനെ വരാം. ഓക്കെ, ദാറ്റ് മീൻസ് ആക്ടിവേഷൻ കൂടുന്നു. ദിസ് വിൽ ആക്ടിവേറ്റ് ഇങ്ങോട്ട് കടന്നു പൊക്കോളൂ, അടുത്ത സെൽ സൈക്കിളിലേക്ക് പൊക്കോളൂ എന്ന് പറയും. സോ ഗെയിൻ ഓഫ് ഫംഗ്ഷൻ മ്യൂട്ടേഷൻ ഇൻ CDK4 വന്നു കഴിയുമ്പോഴാണ് മെലനോമ, സാർക്കോമ ഒക്കെ വരിക. ദെൻ തടയേണ്ടതാരായിരുന്നു P53 പോലെയുള്ളതാണ്. സോ അതിൽ മ്യൂട്ടേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ സൈക്ലിൻ ഡിപെൻഡന്റ് കൈനേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ആക്ഷൻ കുറയും. ഉദാഹരണം P16 പോലെയുള്ളവരുടെ ആക്ഷൻ കുറയും. ദെൻ CDKN1 പോലെയുള്ളവ, CDKN1 ഈസ് ഇൻ മെലനോമയിലാണ് കൂടുതലായിട്ട് വരിക. ദെൻ P16 വേറെ എക്സാമ്പിൾ ഇൻ പാൻക്രിയാറ്റിക് ക്യാൻസർ. സോ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ സെൽ സൈക്കിൾ മുന്നോട്ട് പോകോളൂ എന്ന് പറയും. ഓക്കെ, ഡാമേജ് കണ്ടാലും അല്ലെങ്കിൽ ചിലപ്പോൾ കാണുന്നില്ല, എന്തായിരിക്കും സംഭവിക്കുക. ഇനി ക്യാൻസർ സെൽസ് ലിമിറ്റ്ലെസ് റെപ്ലിക്കേറ്റീവ് പൊട്ടൻഷ്യൽ എങ്ങനെ ഉണ്ടാക്കുന്നു, നേടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഒരു സെല്ലിനൊക്കെ ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് വെച്ചാൽ ഒരു 50 to 70 തവണ വരെയാണ് പരമാവധി. ഇതിനെ നമ്മൾ ഹെയ്ഫ്ലിക്സ് ലിമിറ്റ് എന്നാണ് പറയുക, ഹെയ്ഫ്ലിക്സ് ലിമിറ്റ്. സോ ഈ ലിമിറ്റ് ആകുമ്പോഴത്തേക്കും ക്രോമസോമിന്റെ അറ്റത്തുള്ള ടീലോമറേസ് അല്ലെങ്കിൽ ടീലോമിയേഴ്സ് ഇല്ലാതെയാവും. പ്രോഗ്രസീവ് ഷോർട്ടനിങ്, ഓരോ ഡിവിഷൻ കഴിയുമ്പോഴും ഇത് കുറഞ്ഞു വരും, അവസാനം ഇതൊട്ടും ഇല്ലാതെയാവും. അപ്പൊ ഡിവിഷൻ നിൽക്കും. പക്ഷെ ക്യാൻസർ സെല്ല് സ്റ്റെം സെൽസിലുള്ളതുപോലെ ടീലോമിറേസ് എന്ന് പറയുന്ന എൻസൈമാറ്റിക് ആക്ടിവിറ്റി വരുമ്പോൾ അഡീഷൻ ഓഫ് ടീലോമേഴ്സ് ഇങ്ങനെ അഡീഷൻ ആയിട്ട് കൂട്ടി കൊണ്ടുവരും. അപ്പോൾ ദിസ് ക്യാൻ ഡിവൈഡ്, എത്ര വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. സോ ഇതിന് P53 ഒക്കെ ആക്ഷൻ ഒക്കെ കുറച്ചിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സോ ക്യാൻസർ സെൽസ് ഇവേഡ് ഫ്രം സെല്ലുലാർ സെനസൻസ് ആൻഡ് ഓൾസോ ഫ്രം മൈറ്റോട്ടിക് റൈസ് ബൈ എക്സ്പ്രസിംഗ് ടീലോമറേസസ്. ഓക്കെ, ഇനി ക്യാൻസർ സെൽ ഡിവൈഡ് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്നു, രണ്ടാകുക. സോ ഇവിടെ സംഭവിക്കുന്നത് ഒരു ഡോട്ടർ സെൽസ് വിൽ ബിക്കം സ്റ്റെം സെൽസ് ലൈക്ക് പൊട്ടൻഷ്യൽ ഉള്ള സെല്ല് തന്നെയാണ് ഉണ്ടാകുന്നത്. സോ ദേ ഹാവ് ദ കപ്പാസിറ്റി ഫോർ സെൽഫ് റിന്യൂവൽ, വീണ്ടും അതേപോലെ ഉണ്ടാവാനായിട്ട് പറ്റും. സോ ഇങ്ങനെയെല്ലാമാണ് ഇമ്മോർട്ടൽ സെൽസ് ആയിട്ട് ക്യാൻസർ സെൽസ് വിൽ ബിക്കം ഇമ്മോർട്ടൽ സെൽസ് ആയിട്ട് മാറുക. ഇനി അടുത്തൊരു ഹോൾമാർക്ക് എന്ന് നമ്മൾ പറഞ്ഞത് ഓൾട്ടേർഡ് സെല്ലുലാർ മെറ്റബോളിസം ആണ്. ക്യാൻസർ സെല്ലിന്റെ മെറ്റബോളിക് പാത്വേസിൽ വ്യത്യാസം വരും, സെല്ലുലാർ മെറ്റബോളിസം വ്യത്യാസം വരും. സോ സാധാരണ നോർമൽ സെൽസ്, നോർമൽ ആയിട്ടുള്ള സെൽ എന്താ ചെയ്യുക, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആണ് അവർ നടത്തുക. എന്ന് വെച്ചാൽ ഗ്ലൈക്കോളിസിസ് നടത്തി കഴിയുമ്പോൾ കൂടുതൽ ATP കിട്ടണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. 36 ATP കിട്ടിയാൽ അതാണ് ഇഷ്ടം. ഓക്കെ, അതാണ് സെലക്ട് ചെയ്യുക. പക്ഷെ ക്യാൻസർ സെൽ, നോർമൽ അല്ല, ക്യാൻസർ സെൽ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് വിൽ സ്വിച്ച് ടു എയ്റോബിക് ഗ്ലൈക്കോളിസിസിലേക്ക് സ്വിച്ച് ചെയ്യും. അപ്പൊ ATP ആകെ 2 ATP കിട്ടുള്ളൂ. പക്ഷേ അതിന് വേറൊരു ഗുണമുണ്ട്, ഒരുപാട് കാർബൺ ചേർന്ന ബൈ പ്രൊഡക്റ്റ് കിട്ടും. കാർബൺ ബൈ പ്രൊഡക്റ്റ് ധാരാളം കിട്ടും. സോ ക്യാൻസർ സെല്ലിന് ഇതാണ് ആവശ്യം, കാർബൺ ബൈ പ്രൊഡക്റ്റ് വിട്ട് പുതിയ സെൽ ഉണ്ടാകുമ്പോഴത്തേക്കും അതിനുവേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് കാർബൺ കോമ്പൗണ്ട്സ് അതിന് ആവശ്യമാണ്. ഓക്കെ, സോ ദിസ് സ്വിച്ചിങ് ടു എയ്റോബിക് ഗ്ലൈക്കോളിസിസ്, ഇതിനെയാണ് നമ്മൾ വിളിക്കുക വാർബർഗ് എഫക്ട് എന്ന് വിളിക്കുക. സോ വാർബർഗ് എഫക്ട് ക്യാൻസറിൽ മാത്രമല്ല, ഇങ്ങനെ എയ്റോബിക് ഗ്ലൈക്കോളിസിലേക്ക് സ്വിച്ച് ചെയ്യുന്ന അതിനാണ് നമ്മൾ വാർബർഗ് എഫക്ട് എന്ന് പറയുക. പക്ഷേ ക്യാൻസർ സെൽസ് വാർബർഗ് എഫക്ട് വഴി അവർക്ക് ATP കുറച്ച് മതി, പക്ഷേ ദേ നീഡ് മോർ കാർബൺ ബൈ പ്രൊഡക്ട്സ് ഒക്കെ വേണ്ടി വരും. സോ ക്യാൻസർ സെൽ ചൂസ് ദിസ്. ആൻഡ് മറ്റൊരു ഓൾട്ടറേഷൻ സെല്ലിൽ നടക്കുന്നത്, ന്യൂട്രിയൻസ് മറ്റും കിട്ടാതെ ആവുമ്പോൾ എന്ത് ചെയ്യും, സാധാരണ രീതിയിൽ സെൽസ് വിൽ അണ്ടർഗോ ഓട്ടോഫാഗിയിലേക്ക് സ്വിച്ച് ചെയ്യും അല്ലെ. ക്യാൻസർ സെല്ലിൽ ഈ ഓട്ടോഫാഗി ഈസ് ഡിസേബിൾഡ് ആണ്. ക്യാൻസർ സെല്ലിൽ ഓട്ടോഫാഗി ഡിസേബിൾഡ് ആണ്. സോ ക്യാൻസർ സെൽ ഓട്ടോഫാഗി ഡിസേബിൾഡ് ആകുമ്പോൾ സെൽഫ് ഡിസ്ട്രക്ഷൻ നശിക്കുന്നു. ഇതോടൊപ്പം തന്നെ ക്യാൻസർ സെൽ സെല്ലുലാർ സിഗ്നലിംഗ് പാത്വേ ഓൾട്ടർ ചെയ്യും, മോഡിഫിക്കേഷൻ നടത്തിയിട്ട് കൂടുതൽ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടറിന്, അപ്പോൾ സെല്ലിനകത്ത് കൂടുതൽ ഗ്ലൂക്കോസ് കിട്ടുന്ന രീതികൾ ഒക്കെ മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ക്യാൻസർ സെൽ വിൽ ഗെറ്റ് മോർ എനർജി. ഇനി മറ്റൊരു ഹോൾമാർക്ക് നമ്മൾ പറഞ്ഞത് സസ്റ്റെയിൻഡ് ആൻജിയോജെനസിസ് ആണ്. സസ്റ്റെയിൻഡ് ആൻജിയോജെനസിസ് എന്ന് പറയുമ്പോൾ ഇവിടെ ക്യാൻസർ സെൽ പുതിയ ബ്ലഡ് വെസൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ്, വാസ്കുലാർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ ആകാം, ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആകാം. സോ ഇങ്ങനെയൊക്കെ ഉള്ളത് കൂടുതൽ എക്സ്പ്രസ് ചെയ്യും. ക്യാൻസർ ഉള്ള ഭാഗത്തേക്ക്, ഇവിടെ ക്യാൻസർ ഉണ്ടെങ്കിൽ ഇവിടേക്ക് കൂടുതൽ ബ്ലഡ് വെസൽസ് കൊണ്ടുവരികയും ചെയ്യും. സോ നിയോ വാസ്കുലറൈസേഷൻ കൂടുന്നു. ഇനി മറ്റൊരു ഹോൾമാർക്ക് നമുക്ക് പറയേണ്ടത് ഇവേഷൻ തന്നെയാണ്. ഇവേഷൻ ഓഫ് ഹോസ്റ്റ് ഡിഫൻസ്. നമ്മുടെ ഹോസ്റ്റ് സർവൈലൻസ് മെക്കാനിസംസ് എല്ലാം ഇവേഡ് ചെയ്യും, ബൈപാസ് ചെയ്യും.
അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ APC സെല്ലിന്റെ ചുറ്റുമുള്ള ഇവിടെയുള്ള MHC ഈ സംഭവങ്ങളിൽ മോഡിഫിക്കേഷൻ നടത്തിയായിരിക്കാം. അല്ലെങ്കിൽ APC പോയി പിടിക്കുന്ന CD8 സെല്ലാണെന്ന് വിചാരിക്കാം, ഇവിടെയുള്ള കോസ്റ്റിമുലേറ്ററി മോളിക്യൂൾസിലുള്ള മോഡിഫിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിജനിലെ മോഡിഫിക്കേഷൻ ആയിരിക്കാം. സോ അങ്ങനെയെല്ലാം ക്യാൻസർ സെൽസ് ക്യാൻ ഡിഫെൻഡ് ഇറ്റ് സെൽഫ് ഓർ ഇവേഡ് ഫ്രം ദിസ് ഹോസ്റ്റ് ഡിഫൻസ്. ഇനി ഉള്ളത് മൈക്രോമിർസ് ആണ്. മൈക്രോമിർസ് ഓർ മൈക്രോ RNA വഴിയും ഓൺകോജീൻസിന്റെ എക്സ്പ്രഷൻ കൂട്ടുകയോ ട്യൂമർ സപ്രസർ ജീനിന്റെ കുറവ് ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തു കഴിയുമ്പോഴും ഇവയ്ക്ക് ഇത് ചെയ്യാം. ദെൻ മെറ്റാസ്റ്റാസിസ് ആൻഡ് ഇൻവേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സെപ്പറേറ്റ് വീഡിയോ ചെയ്തതാണ്. സോ ക്യാൻസർ ബാധിക്കുന്ന കോശങ്ങൾ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി സാധ്യമായിട്ടുള്ള എല്ലാ സെല്ലുലാർ മെക്കാനിസംസ് നോർമൽ ബോഡി സിസ്റ്റംസിലും വ്യത്യാസങ്ങൾ വരുന്നു. മ്യൂട്ടേഷൻ വന്നു കഴിയുമ്പോൾ അത് കൂടുതൽ മ്യൂട്ടേഷൻ ഉണ്ടാവുന്നു. അങ്ങനെ ഫൈനലി ഇവേഷൻ ഓഫ് എവറിത്തിങ് ആൻഡ് ദേ എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഓൺ കോളനി ഓഫ് ദിസ് സെൽ. ക്യാൻസർ സെല്ലുകളുടെ കോളനി അവിടെ കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. സോ ഐ ഹോപ്പ് കാര്യങ്ങളൊന്നും ഏകദേശം ഞാൻ പറഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. സോ ഓരോ ഭാഗവും നമുക്ക് ആവശ്യമെങ്കിൽ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഭാഗം പറയേണ്ടതുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.